ഗേൾസ് ഡേ, അനദർ ഗേൾസ് ഡേ ഔട്ടാണ്. ഇത് നമ്മുടെ അക്കുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ലുലു മാളിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 2 മണിയാവാറായി. നമ്മൾ അവളെടുത്ത് 2 മണിക്ക് ലുലു മാളിൽ എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ലുലു മാളിലോട്ടുള്ള ബസ് കയറി. ഞാനും എൻ്റെ ഫ്രണ്ടിലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല വെയിലായിരുന്നു. വലിയ നേരത്തിന് അറ്റത്ത് ഇറങ്ങിയിരുന്നു. സൂപ്പർ വെയിലായിരുന്നു. ഇന്നെന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അക്കുണ്ട്. അക്കു വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളായിരിക്കും. അവൾ വണ്ടിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തി. ആറ്റിങ്ങൽ കഴിഞ്ഞെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ എത്തുമായിരിക്കും. അപ്പോൾ അതുവരെ ജാനുവിന് ജ്യൂസ് കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ച് ജ്യൂസ് കുടിക്കാം. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്കും കൂടെ കുടിക്കണമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കുടിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. അതാണ് ബെസ്റ്റ് ഫ്രണ്ട് ഗേൾസ് അല്ലേ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈപ്പർ മാർക്കറ്റ് സ്ട്രെയിറ്റാണ് അങ്ങോട്ട്. നമ്മളെ അന്വേഷിച്ച് നടക്കും. സർപ്രൈസ് ആയോ മോളു? അങ്ങനെ നമ്മൾ അക്കുനെ കിട്ടി. ഞാൻ അമ്മ വാങ്ങിച്ചു. അത് കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് ഈ സൈഡിലാണ്. അതുകൊണ്ടല്ല ഞാൻ വെറുതെ പറഞ്ഞു. രണ്ടുപേരും ട്രെയിനിൽ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എങ്ങനെയുണ്ട് ഗൈസ്? സൂക്ഷിച്ചു വയ്ക്കാനായിരിക്കും. നീ കണ്ണാടിയിൽ ഇങ്ങോട്ട് നിന്നാണ്. അപ്പം ഞാനും കൂടെ ഫ്രെയിമിൽ ഇങ്ങോട്ട് നിന്ന് വെൽക്കം. അത് വിയർത്തത് ഇവിടെ പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്? ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ ജ്യൂസ് വാങ്ങണം. ഇവിടെയാണോ? എന്നിട്ട് ഞാൻ ഇവിടെ നോക്കും. എന്താണ് ഗൈസ് ഇവിടെ നോക്കുന്നത്? സ്വീറ്റ് കോൺ നോക്കുവാണോ? ഇത് വേണോ അത് വേണോ എന്ന് ഡൗട്ടാണ്. മൊത്തത്തിലാണ് ഓരോന്നോരോന്നാണ്.
തിന്നാൻ പോവാണ് ഗൈസ്. അപ്പം തിന്നുന്ന വീഡിയോ എടുക്കുന്നത് വീട്ടിലെടുക്കാനാണ് ഓമ ഇങ്ങനെ തിന്നാൻ. അല്ല, എനിക്കൊരു റീൽ ഇടാനാണ്. Nothing. നോ നോ നീ അത് വായി വെച്ചു. നിനക്ക് മാത്രം എങ്ങനെ വരുന്ന എക്സ്പോർട്ടാ. ഞാൻ കുറേ നേരം നിന്നു. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കരുത്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കറക്കണം. ഇങ്ങനെ അങ്ങനെ ഇതുവരെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഫുള്ള് ഇത് സ്പെൻഡ് ചെയ്യാൻ സമയം വേണ്ടേ? ഓ നിന്റെ ഇത് ഇപ്പൊ തീരുമല്ലോ. ഓ, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. കൊള്ളാം, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. അവൻ അതൊക്കെ എങ്ങനെ എടുക്കുന്നു. അവൻ ഇതൊക്കെ ഓരോരുത്തരും എനിക്ക് വീഡിയോ വരാനാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമ്മള് കഴിച്ചത് കഴിഞ്ഞ് നമ്മൾ എൻ്റെ അക്കുവിനി പോവാണ്. അക്കുവിനി അങ്ങ് ചാത്തമ്പറ വരെ പോകണം. സോ അവൾ അങ്ങോട്ട് പോവാണ്. നമ്മളിവിടെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകും. ശ്രീകാര്യം പോകണം. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി. അത്രയുള്ള കേസ്. പിന്നെ കാണാം. ഇനി നമ്മൾ അക്കുവിനെ കൊണ്ടുവിടാൻ വേണ്ടി താഴെ വരെ പോവാണ്. അക്കുവിന് അങ്ങ് വരെ പോകണം. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകണം. നമുക്ക് വീട്ടിൽ പോകണം. അടുത്ത ആഴ്ചയോട്ട് വീട്ടിൽ ഇരിക്കാം. അതിനാണ് നമ്മൾ ഇന്നും കൂടെ ഉള്ള വൈബ് ഇത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ്. അക്കുവിന് എന്താണ് ഈ ബർത്ത്ഡേ നിമിഷത്തിൽ പറയാനുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ, പറ എന്നാലും. ഗിഫ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇവിടെ ഇറങ്ങാം. ഇതെന്താ കൊള്ളാൻ നമുക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ബാക്കി പിന്നെ കൊള്ളായിരുന്നു. ഹാപ്പിയാണ്. നല്ലൊരു ഇന്ന് സ്പെഷ്യൽ ഡേ ബർത്ത്ഡേ ആയിപ്പോ ഇപ്രാവശ്യത്തെ. കുഴപ്പമില്ല, നമ്മൾ അടുത്ത വർഷം മാറുമെന്ന് പ്രതീക്ഷിക്കും അല്ലേ? എല്ലാം ശരിയാവും. അതാണ്. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. അക്കുൻ്റെ വണ്ടി മഴയത്ത് സൂക്ഷിച്ച് പോകണം. ഓക്കെ, കുഴിയൊക്കെ ചിലപ്പം വെള്ളം മൂടി കിടക്കുമായിരിക്കും. ഒക്കെ നോക്കിയാണ്. അപ്പോൾ അക്കുത റെയിൻകോട്ട് എടുക്കാൻ പോകും. പെയ്യുന്നുണ്ട്, നന്നായിട്ട് പെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. ഉണ്ട്. ഓ ബൈ. മെസ്സേജ് ഇടണേ. ചെന്നിട്ട് മെസ്സേജ് ഇടണേ. നമ്മൾ രണ്ടുപേരും മാത്രം ഇരിക്കുകയാണ്. അക്കു സേഫായിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ തെന്നി തിരിഞ്ഞിട്ട് മോളിൽ കയറുന്നു.
പോകുന്നതായിരിക്കും. കാരണം ലാസ്റ്റ് ആണല്ലോ, ലാസ്റ്റ് ഡേ ആണല്ലോ. സോ മാക്സിമം എൻജോയ്. ഇനി നമ്മൾ എന്തായാലും അടുത്ത ആഴ്ച ഈ സമയത്ത് നമ്മൾ വീട്ടിലിരിക്കും. നോ മാറ്റർ വാട്ട്. നല്ല മഴയുണ്ട്. ഞാനും ശരിയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ പണ്ടൂരയിലാണ്. ചുമ്മാ കാണാൻ വേണ്ടി വന്നതാണ്. പൊട്ടിക്കാനുള്ള പൈസ ഇല്ല. നോ മണി. കാരണം നമ്മൾ വേറെ കമ്മലും മാലയ്ക്കോ കുറച്ച് പൈസ പൊട്ടിച്ച. കമ്മലെന്ന് പറഞ്ഞാൽ പൈസ നോക്കാറില്ല. പിന്നെ റിഗ്രറ്റ് അടിക്കും. ബാക്കിയെല്ലാം വാങ്ങിച്ചത്. പക്ഷെ കുഴപ്പമില്ല, ഫൈൻ അല്ലേ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇപ്പം സമയം ഏകദേശം 5:30 ആയി. നമ്മൾ വീട്ടിൽ കയറാനുള്ള സമയമായി. ഇവിടെ നമ്മൾ ചേച്ചിയെ കണ്ടിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അച്ഛൻ അറിഞ്ഞായിരുന്നു അങ്ങോട്ട്. അച്ഛൻ്റെ അടുത്ത് ഇനി വേണം പറയാൻ. പറഞ്ഞിട്ട് പറഞ്ഞോളൂ എന്നെ കണ്ടു എന്നുള്ളത്. ഓക്കെ, നമ്മൾ ചേച്ചിയൊക്കെ കണ്ട് കാശ്. ഓക്കെ, അപ്പം ഞാൻ വേറെ ചേച്ചിക്ക് എന്നെ മനസ്സിലാവില്ല, പക്ഷെ മനസ്സിലായി, കുഴപ്പമില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ. ഇതിപ്പം രാത്രി കുറച്ച് ഇരുട്ടി, മഴയായതുകൊണ്ട് കുറച്ച് നേരത്തെ ഇരുട്ടി. പിന്നെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. നല്ലൊരു ദിവസമായിരുന്നല്ലേ ഇന്ന്, നല്ല ദിവസമായിരുന്നു. ഇനി എന്നാണെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനത്തെ ഒരു അവസരമൊക്കെ കിട്ടുന്നത്. അതാ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ മൊമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് മിസ് ചെയ്യും. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ മോളിലുണ്ടായിരുന്നു. ടേൽസിൻ്റെ ഇത് കാണാൻ. ചായ കുടിക്കണം. നമ്മളാദ്യമേ ബൂസ്റ്റ് എന്ന് പറഞ്ഞപ്പം നമ്മൾ വിചാരിച്ച ചായയിൽ ബൂസ്റ്റ് ഇട്ട് തരുന്നു. പക്ഷെ അതങ്ങനെ തരത്തില്ല, പാലിൽ ബൂസ്റ്റ് ഇട്ടാണ് തരുന്നത്. നമ്മൾ ചായയിൽ ബൂസ്റ്റ് ഇട്ട് തരുന്നത്. ചായ ബൂസ്റ്റ് ഇട്ട് തരുന്നു. വീണ്ടും KSRTCയിലെ വൈബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റും രാത്രി. KSRTC നമ്മളിങ്ങനെ എടുക്കുക. ഒരിക്കലും ചതിക്കില്ല. അതെ അതെ, എപ്പോഴും അവൈലബിൾ. എപ്പോഴും അവൈലബിൾ. വീഡിയോ ഇനി നമ്മൾ നേരെ പോവും. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ. പറഞ്ഞു ടാറ്റോ.